ഞാൻ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഉമ്മ മരിച്ചപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലേണ്ടത് പിഴച്ച് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും മൂന്നാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയ്ക്ക് പകരം സ്വലാത്തും ചൊല്ലിയതിന് ശേഷമാണ് പിഴച്ചല്ലോ എന്നത് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് എൻ്റെ നമസ്കാരം സ്വീകരിക്കില്ലേ? മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഗുണം കിട്ടില്ലേ? ഇത് ആലോചിച്ച് എനിക്കൊരു സമാധാനവുമില്ല. ഇതിനൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. മയ്യത്ത് നമസ്കാരം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുകയും രണ്ടാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക, മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അതിലുള്ള തർത്തീബായിട്ട് ചെയ്യേണ്ടത്. ഒരാൾ അറിയാതെ വന്നുപോയി എന്നുള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യുന്നില്ലൊന്നും ബാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കും എന്ന് നമുക്ക് ആശിക്കാം. മാത്രമല്ല, അറിയാതെ വന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണില്ല, തെറ്റുകൾക്ക് നമുക്ക് പ്രശ്നമാക്കേണ്ടതില്ല എന്നതാണ്. തർത്തീബ് ക്രമപ്രകാരം പറഞ്ഞ പോലെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്.